കല്യാണ വീട്ടിലെ സദ്യക്ക് 300 ആൾക്ക് അവിയലുണ്ടാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. അടിപൊളി അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കായ്, കൈപ്പക്ക, പച്ചക്കായ, അതേപോലെ തന്നെ ചേന, ക്യാരറ്റ്, പയർ, അവിയലിന് വേണ്ട സകല സാധനങ്ങളും ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പച്ചക്കന്നെ മഞ്ഞൾപ്പൊടി അതിൽ വാരി വിതറി കൊടുക്കട്ടെ. ഒരല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ തൈരാണ്ട് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ നിറച്ചാണ്ട് ഒഴിച്ച് കൊടുത്തോളി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കുക. മൊത്തത്തിൽ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കൂടി കല്ലുപ്പാട് വാരി വതറി. കല്ലുപ്പിട്ടതിന് ശേഷം നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കട്ടെ. എന്നിട്ട് കത്തിച്ചാൽ മതി. എന്നിട്ട് കത്തിച്ചിട്ട് അത് മൂടി വെക്കുക. എന്നിട്ട് ഇത് തുറന്നിട്ടൊന്നുണ്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ തേങ്ങയും പച്ചമുളകും ജീരകവും എല്ലാം കൂടെ, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തത് അങ്ങോട്ട് വാരി വതറുക. എന്നിട്ട് ഇളക്കി മിക്സാക്കുക. മൊത്തമായിട്ട് ഇളക്കി മിക്സാക്കിട്ടാ. കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം തീ കൂടി ഓഫാക്കിയതിന് ശേഷം വീണ്ടും പച്ച വെളിച്ചെണ്ണ മേലെ കൂടി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അടിപൊളി അവിയൽ തയ്യാറായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവിയൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കുക.